പ്ലസ് ടു ബയോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദ ഗിവൺ ബിലോ ഡയഗ്രം റെപ്രസെൻറ്റ്സ് ദി കമ്പോണൻസ് ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എ, ബി, സി എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ചോയ്സുകൾ നോക്കാം. ടെർമിനേറ്റർ, പ്രൊമോട്ടർ, നോൺ കോഡിംഗ് സ്ട്രാൻഡ്. പ്രൊമോട്ടർ, ടെർമിനേറ്റർ, കോഡിംഗ് സ്ട്രാൻഡ്. പ്രൊമോട്ടർ, ടെർമിനേറ്റർ, സെൻസ് സ്ട്രാൻഡ്. ടെർമിനേറ്റർ, പ്രൊമോട്ടർ, കോഡിംഗ് സ്ട്രാൻഡ്. ആദ്യം നമുക്കൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഒരു പ്രൊമോട്ടർ സീക്വൻസ്, ഒരു സ്ട്രക്ചറൽ ജീൻ, ഒരു ടെർമിനേറ്റർ റീജിയൻ. ഇപ്പോൾ നമ്മുടെ DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. പക്ഷേ DNAയിൽ നിന്നും ഒരു RNA ഫോം ചെയ്യുന്ന സമയത്ത് RNA സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. അപ്പോൾ DNAയിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. അപ്പോൾ നമുക്കറിയാം ഈ RNA പോളിമറേസ് RNA സിന്തസിസ് കാറ്റലൈസ് ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ DNA സ്ട്രാൻഡ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഈ 3' to 5' ഡയറക്ഷൻ അല്ലെങ്കിൽ 3' to 5' ഡയറക്ഷനിൽ കാണുന്ന ഈ സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് RNA സിന്തസൈസ് ചെയ്യുന്നത്. അതായത് ഇത് 3' to 5' ആണ്. അപ്പോൾ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് 5' to 3' ഡയറക്ഷനിലായിരിക്കും RNA സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഏത് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണോ RNA സിന്തസൈസ് ചെയ്യുന്നത് ആ സ്ട്രാൻഡിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് സ്ട്രാൻഡിനെയാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ 5' to 3' ഡയറക്ഷനിൽ കാണുന്ന ഈ സ്ട്രാൻഡാണ് കോഡിംഗ് സ്ട്രാൻഡ്. ഈ കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്താണ് നമ്മളൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പറയുന്നത്. അതായത് കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡിൽ കാണുന്ന ഈ ഭാഗമാണ് പ്രൊമോട്ടർ. അതുപോലെ തന്നെ ഈ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിൽ കാണുന്ന ഈ ഭാഗമാണ് ടെർമിനേറ്റർ. ഈ പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന ഈ റീജിയനാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ സ്ട്രാൻഡാണ്. 5' to 3' ഡയറക്ഷനിൽ കാണിച്ചിട്ടുള്ള ഈ സ്ട്രാൻഡ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ഈ പറയുന്ന RNA സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡാണിത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന B എന്ന് പറയുന്നത് പ്രൊമോട്ടർ സീക്വൻസ് ആയിരിക്കും. അതുപോലെ ഈ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിൽ കാണിച്ചിരിക്കുന്ന ഈ A എന്ന് പറയുന്ന ഭാഗം ടെർമിനേറ്റർ സീക്വൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 4 ആയിരിക്കും. A എന്ന് പറയുന്നത് ടെർമിനേറ്റർ, B എന്ന് പറയുന്നത് പ്രൊമോട്ടർ, C എന്ന് പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മിസെൽസൺ ആൻഡ് സ്റ്റോൾസ് എക്സ്പെരിമെൻ്റ് ഈസ് കണ്ടിന്യൂഡ് ഫോർ 4 ജനറേഷൻ ഇൻ ബാക്ടീരിയ, ദി റേഷ്യോ ഓഫ് N15 N15, N15 N14, N14 N14 containing DNA in the 4th generation would be. സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ഒരു എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റുകളാണ് മിസെൽസൺ, സ്റ്റോൾ എന്നിവർ. ഈ എക്സ്പെരിമെൻറ്റിലെ ആദ്യഘട്ടത്തിൽ ഇക്കോളൈ ബാക്ടീരിയകളെ N15 അടങ്ങിയ ഒരു മീഡിയത്തിലാണ് കൾച്ചർ ചെയ്തെടുക്കുന്നത്. ഇക്കോളൈ ബാക്ടീരിയ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനെടുക്കുന്ന സമയം 20 മിനിറ്റാണ്. ഇങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഇക്കോളൈ ബാക്ടീരിയയെ N14 അടങ്ങിയൊരു മീഡിയത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ N14 അടങ്ങിയ മീഡിയത്തിനകത്ത് വെച്ച് ഈ ഇക്കോളൈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്കോളൈ ബാക്ടീരിയയിലെ
ഒരു സ്ട്രാൻഡ് പഴയ N15 സ്ട്രാൻഡും പുതുതായിട്ട് ഫോം ചെയ്യുന്ന ഒരു സ്ട്രാൻഡ് N14 അടങ്ങിയ സ്ട്രാൻഡും ആയിരിക്കും. കാരണം ഈ മീഡിയത്തിൽ N15 അവൈലബിൾ അല്ല. ആ മീഡിയത്തിലുള്ള നൈട്രജൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് N14 അടങ്ങിയ സോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ മീഡിയത്തിൽ വളരുന്ന ബാക്ടീരിയകളുടെ എല്ലാം DNA-യിൽ കാണപ്പെടുന്നത് N14 ആയിരിക്കും. ഇതിന് ശേഷം ഒരു ഡിവിഷൻ കൂടി കഴിഞ്ഞതിന് ശേഷമുള്ള DNA-യുടെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 2 DNA N14 മാത്രം അടങ്ങിയതായിരിക്കും. അതേസമയം 2 DNA ഹൈബ്രിഡ് ആയിരിക്കും. ഒരു സ്ട്രാൻഡ് N15 അടങ്ങിയതും ഒരു സ്ട്രാൻഡ് N14 അടങ്ങിയതുമായിരിക്കും. ഇനി മൂന്നാമത്തെ ജനറേഷൻ വരുന്ന സമയത്ത്, അതായത് 3rd ജനറേഷൻ ആകുമ്പോഴേക്കും നമുക്ക് ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1 2 3 4 5 6 ഈ 6 സ്ട്രാൻഡുകൾ N14 മാത്രം അടങ്ങിയ സ്ട്രാൻഡുകളും അതേസമയം ഈ 2 സ്ട്രാൻഡുകൾ N14 N15 ഹൈബ്രിഡ് ആയിരിക്കും. വീണ്ടും ഒരു ഡിവിഷനും കൂടെ കഴിഞ്ഞ് 4th ജനറേഷൻ ആകുമ്പോഴേക്കും 14 സ്ട്രാൻഡുകൾ N14 മാത്രം അടങ്ങിയതും 2 സ്ട്രാൻഡ് ഹൈബ്രിഡ് ആയിരിക്കും. അതായത് N15ഉം N14ഉം അടങ്ങിയ സ്ട്രാൻഡായിരിക്കും. അപ്പോൾ ഇതിനകത്ത് N15 സ്ട്രാൻഡ് 0 ആയിരിക്കും. അതേസമയം 4th ജനറേഷനിൽ ഹൈബ്രിഡ് 2ഉം N14 സ്ട്രാൻഡ് 14 ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 4th ജനറേഷനിലെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4th ജനറേഷനിൽ കിട്ടുന്നത് 2 ഹൈബ്രിഡും 14 DNA N14 അടങ്ങിയതുമായിരിക്കും. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് N15 0 ആണ്, 1:7 ഇങ്ങനെയാണ് റേഷ്യോ വരിക. അപ്പോൾ ആൻസർ വരുന്നത് 4. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് മാച്ച്. RNA polymerase 1 HNRNA, RNA polymerase 2 tRNA, RNA polymerase 3 18S rRNA. 4 ചോയ്സുകൾ തന്നിട്ടുണ്ട്. 1 2 3 and 4 കറക്റ്റായിട്ടുള്ള. യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ 3 തരത്തിലുള്ള RNA polymerase എൻസൈം കാണപ്പെടുന്നുണ്ട്. അതായത് RNA polymerase 1, RNA polymerase 2 ആൻഡ് RNA polymerase 3. ഇതിനകത്ത് RNA polymerase 1 ട്രാൻസ്ക്രൈബ്സ് rRNA, അതായത് 28S rRNA, 18S rRNA ആൻഡ് 5.8S rRNA. അതേസമയം RNA polymerase 2 ട്രാൻസ്ക്രൈബ്സ് HNRNA, അതായത് mRNAയുടെ പ്രീകർസറായിട്ടുള്ള ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ആണ് RNA polymerase 2 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. RNA polymerase 3 ട്രാൻസ്ക്രൈബ്സ് tRNA, അതുപോലെ തന്നെ 5S rRNA, SNRNA, സ്മോൾ ന്യൂക്ലിയർ RNAസിനെയാണ് SNRNA എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് 4 ആണ്. RNA polymerase 1 ട്രാൻസ്ക്രൈബ്സ് 18S rRNA, RNA polymerase 2 transcribes HNRNA and RNA polymerase 3 transcribes tRNA. Next one, during DNA replication, Okazaki fragments are used to elongate the lagging strand towards replication fork, the leading strand away from the replication fork, the lagging strand away from the replication fork, the leading strand towards the replication fork. ആദ്യം നമുക്കൊരു റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. DNA റെപ്ലിക്കേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. ഈ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം 5' to 3' ഡയറക്ഷനിലാണ് DNA സിന്തസിസ് കാറ്റലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ഒരു സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടും ഓപ്പോസിറ്റ് സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുമായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിനെയാണ് ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. അതേസമയം ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിനെയാണ് ലാഗിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ലാഗിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഓരോ ചെറിയ DNA ഫ്രാഗ്മെൻറ്റുകളായിട്ടാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ഈ ഓരോ ഫ്രാഗ്മെൻറ്റിനെയും വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡയറക്ഷനിലാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകൾ ഉപയോഗിച്ച് ലാഗിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഇതിനകത്ത് 3 ആണ് ആൻസറായിട്ട് വരുന്നത്. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകൾ ഉപയോഗിച്ച് സിന്തസൈസ് ചെയ്യുന്നത് ലാഗിങ് സ്ട്രാൻഡാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവേ ഫ്രം ദി റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ 3. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ്? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ, സിങ്ക് ഫിംഗർ അനാലിസിസ്, റെസ്ട്രിക്ഷൻ എൻസൈംസ്, DNA ഹൈബ്രിഡൈസേഷൻ. അലക് ജെഫ്രിയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നിക്ക് കണ്ടെത്തിയത്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നിക്കിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സാണ്: ഫസ്റ്റ് വൺ, ഐസൊലേഷൻ ഓഫ് DNA. സെക്കൻഡ് വൺ, ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. അതായത് ന്യൂക്ലിയസിനകത്തുനിന്നും DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം ആ DNAയെ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ട്രാൻസ്ഫറിങ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് വഴി ഈ ജെല്ലിൽ നിന്നും ഈ DNA ഫ്രാഗ്മെൻറ്റിനെ നൈട്രോസെല്ലുലോസ് പേപ്പറിലേക്കോ നൈലോണിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ലേബൽഡ് VNTRS പ്രോബ്സ് ഉപയോഗിച്ച് ഈ DNA ഫ്രാഗ്മെൻറ്റിനെ ഹൈബ്രിഡൈസ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്, ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബൽഡ് VNTR probe. ലാസ്റ്റ് വൺ, ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. അവസാനത്തെ സ്റ്റെപ്പിൽ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഈ ഹൈബ്രിഡൈസ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സ് കണ്ടെത്തുന്നതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ്? DNA ആംപ്ലിഫിക്കേഷന് വേണ്ടി PCR ആവശ്യമാണ്. DNA ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടി റെസ്ട്രിക്ഷൻ എൻസൈംസ് ആവശ്യമാണ്. അതുപോലെ DNA ഹൈബ്രിഡൈസേഷനും DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ നടക്കുന്നുണ്ട്. അതേസമയം സിങ്ക് ഫിംഗർ അനാലിസിസ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ 2. നെക്സ്റ്റ് വൺ, ഇൻ ഗിവൺ ഡയഗ്രാം ഐഡൻറ്റിഫൈ C ആൻഡ് D. ഇതാണ് C, D. ഇത് രണ്ടുമാണ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ലാക് ഓപ്രോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്രോണിൻ്റെ ഒരു ഡയഗ്രാമാണ് നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു ലാക് ഓപ്രോണിൻ്റെ ഭാഗങ്ങളൊന്ന് നോക്കാം. ഈ P എന്ന് പറയുന്നത് പ്രൊമോട്ടറാണ്. ഈ I ജീനാണ് റെഗുലേറ്റർ ജീൻ എന്നറിയപ്പെടുന്നത്. ഈ റെഗുലേറ്റർ ജീനിൻ്റെ പ്രൊമോട്ടറാണ് ഇവിടെ കാണുന്ന ഈ പ്രൊമോട്ടർ. അതിനുശേഷമാണ് 3 സ്ട്രക്ചറൽ ജീനുകൾ വരുന്നത്, LAC-Z, Y ആൻഡ് LAC-A. ഈ 3 ജീനുകളുടെയും പ്രൊമോട്ടറാണ് ഇവിടെ കാണപ്പെടുന്ന ഈ പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടറിനും ഈ സ്ട്രക്ചറൽ ജീനിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ റീജിയനാണ് ഓപ്പറേറ്റർ റീജിയൻ എന്നറിയപ്പെടുന്നത്. ഇനി ആദ്യം എങ്ങനെയാണ് ഒരു ലാക് ഓപ്രോൺ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിൽ ഇരിക്കുന്നത് നോക്കാം. ഈ കോളൈ ബാക്ടീരിയ കൾച്ചർ ചെയ്യുന്ന മീഡിയത്തിൽ ലാക്ടോസ് ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ലാക് ഓപ്രോൺ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിൽ ഇരിക്കുന്നത്. ആ സമയത്ത് ഈ റെഗുലേറ്റർ ജീൻ എന്ന് പറയുന്ന I ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് ഒരു റിപ്രസർ mRNA ഫോം ചെയ്യുകയും ആ mRNA ട്രാൻസ്ലേഷൻ നടന്നാണ് ഒരു റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്.
ഈ റിപ്രസർ പ്രോട്ടീൻ ഈ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നതോടുകൂടി ഈ പ്രൊമോട്ടർ സീക്വൻസിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസിന് ഈ 3 സ്ട്രക്ചറൽ ജീൻസിനെയും ട്രാൻസ്ക്രൈബ് ചെയ്യാൻ കഴിയാതെ വരികയും ഈ 3 ജീനിൻ്റെയും പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ സമയത്ത് ഈ ലാക്കോപ്രോൺ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലിരിക്കുന്നത്. ഇനി അതേസമയം ഒരു ലാക്കോപ്രോൺ എപ്പോഴാണ് സ്വിച്ച് ഓൺ കണ്ടീഷനിലേക്ക് വരുന്നത് നോക്കാം. ഈ ഇക്കോളൈ ബാക്ടീരിയ കൾച്ചർ ചെയ്യുന്ന മീഡിയത്തിലേക്ക് നമ്മൾ ലാക്ടോസ് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്തും ഇതേപോലെ തന്നെ ഈ റെഗുലേറ്റർ ജീനിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടന്നൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ mRNA ട്രാൻസ്ലേഷൻ നടന്നൊരു റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. ഈ മീഡിയത്തിൽ ലാക്ടോസ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ലാക്ടോസ് ഇവിടെ ഒരു ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുകയും ഈ ലാക്ടോസും റിപ്രസറും ചേർന്നൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ലാക്ടോസ് റിപ്രസറുമായി കൂടിച്ചേരുന്ന സമയത്ത് റിപ്രസറിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നതോടുകൂടി ഈ റിപ്രസർ പ്രോട്ടീനിന് ഈ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസ് എൻസൈം ഈ ലാക്സെഡ് എന്ന് പറയുന്ന ജീനിനെയും Y എന്ന് പറയുന്ന ജീനിനെയും A എന്ന് പറയുന്ന ജീനിനെയും ട്രാൻസ്ക്രൈബ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്തൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. അതിനകത്ത് ട്രാൻസ്ലേഷൻ നടന്ന് ലാക്സെഡിൻ്റെ പ്രൊഡക്റ്റായിട്ട് ബീറ്റാ ഗാലക്ടോസിഡേസും Yയുടെ പ്രൊഡക്റ്റായിട്ട് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമും Aയുടെ പ്രൊഡക്റ്റായിട്ട് ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറയുന്ന എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ഭാഗം ഈ C ആണ്, പിന്നൊന്ന് ഈ D ആണ്. അപ്പോൾ നമുക്കറിയാം C എന്ന് പറയുന്നത് റെഗുലേറ്റർ ജീനിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ട്രാൻസ്ലേഷൻ നടന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ C എന്ന് പറയുന്നത് റിപ്രസറാണ്. D എന്ന് പറയുന്നത് ഈ ലാക്കോപ്രോണിലെ ഇൻഡ്യൂസറാണ്. അതായത് ഇവിടെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ ലാക്ടോസാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ 2. നെക്സ്റ്റ് വൺ, കൺസിഡർ ദി ഫോളോയിങ് 4 സ്റ്റേറ്റ്മെൻറ്റ് and select the option which includes all the correct ones only. The codon is read in mRNA in a continuous fashion. AUG codon has dual function in protein synthesis. In actual structure, the tRNA is a compact molecule which looks like inverted L. 28S rRNA in bacteria also behave as ribosome. ആദ്യം നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് നോക്കാം. ദി കോഡോൺ ഈസ് റീഡ് ഇൻ എ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. ഇത് കറക്റ്റാണ്. നമ്മളൊരു mRNAയിലെ ഈ ട്രിപ്ലെറ്റ് കോഡോണുകൾ റീഡ് ചെയ്യുന്ന സമയത്ത് അതൊരു കണ്ടിന്യൂസ് ഫാഷനിലായിരിക്കണം റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് വൺ, AUG കോഡോൺ ഹാസ് ഡ്യുവൽ ഫങ്ഷൻ ഇൻ പ്രോട്ടീൻ സിന്തസിസ്. നമുക്കറിയാം AUG എന്ന് പറയുന്ന കോഡോണാണ് ഇനീഷ്യേഷൻ കോഡോണായിട്ട് ആക്ട് ചെയ്യുന്നത്. അതേസമയം മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്ന കോഡോണാണ് AUG. അതുകൊണ്ട് തന്നെ ഇതിന് ഡ്യുവൽ ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് വൺ, ഇൻ ആക്ച്വൽ സ്ട്രക്ചർ ദി tRNA ഈസ് എ കോമ്പാക്റ്റ് മോളിക്യൂൾ വിച്ച് ലുക്സ് ലൈക്ക് ഇൻവേർട്ടഡ് L. ഇതും കറക്റ്റാണ്. tRNA ഒരു ഇൻവേർട്ടഡ് L ഷേപ്പിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, 28S rRNA in bacteria also behave as ribosome. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 23S rRNA ആണ് റൈബോസൈമായിട്ട് ആക്ട് ചെയ്യുന്ന rRNA എന്ന് പറയുന്നത്. റൈബോസൈം എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റാണ്. ഈ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന rRNA എന്ന് പറയുന്നത് 23S rRNA ആണ്. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് 2 ആണ്. എയും ബിയും സിയും കറക്റ്റാണ്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു റിസൾട്ട്സ് ഓഫ് HGP. HGP എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഫസ്റ്റ് വൺ, ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ ജീൻ ഈസ് ദി ലാർജസ്റ്റ് ജീൻ ഓഫ് ഹ്യൂമൻ ജീനോം. സെക്കൻഡ് വൺ, ക്രോമസോം Y ഹാസ് മിനിമം 231 ജീൻസ്. SNPs are identified at about 2.4 million locations.
ഫോർത്ത് വൺ, ദി ഫങ്ഷൻസ് ആർ അൺനോൺ ഫോർ 50% ഓഫ് ഡിസ്കവേർഡ് ജീൻസ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് എടുത്ത് നോക്കാം. ഹ്യൂമൻ ജീനോമിലെ ലാർജസ്റ്റ് ജീനാണ് ഡിസ്ട്രോഫിൻ ജീൻ. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് വൺ, ക്രോമസോം Y ഹാസ് മിനിമം 231 ജീൻസ്. Y ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകളുടെ എണ്ണം 231 ആണ്. അപ്പോൾ ഇതും കറക്റ്റാണ്. SNPs ആർ ഐഡൻറ്റിഫൈഡ് അറ്റ് അബൌട്ട് 2.4 മില്യൺ ലൊക്കേഷൻസ്. SNPs എന്ന് പറയുന്നത് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയും. SNPs ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് 2.4 മില്യൺ ലൊക്കേഷൻസിലല്ല, 1.4 മില്യൺ ലൊക്കേഷൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. ദി ഫങ്ഷൻസ് ആർ അൺനോൺ ഫോർ ഓവർ 50% ഓഫ് ഡിസ്കവേർഡ് ജീൻസ്. ഇതും കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് 3 ആണ്. നെക്സ്റ്റ് വൺ, എ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ആക്ട് ആസ് ജെനറ്റിക് മെറ്റീരിയൽ മസ്റ്റ് നോട്ട് ഹാവ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി ഹൈലി ആക്റ്റീവ്. It should be able to generate its replica. It should provide the scope for slow changes. It should be structurally more stable. സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് നോക്കാം നമുക്ക്. It should be chemically and structurally highly active. ഇത് തെറ്റാണ്. കാരണം ജെനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അത് കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. റെപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇത് ശരിയാണ്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഫോർ ദി സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. ഇതും കറക്റ്റാണ്. എന്നാൽ മാത്രമേ മ്യൂട്ടേഷനുള്ള സാധ്യത ഉണ്ടായിരിക്കുള്ളൂ. ഇറ്റ് ഷുഡ് ബി സ്ട്രക്ചറലി മോർ സ്റ്റേബിൾ. കൂടുതൽ സ്റ്റെബിലിറ്റിയുള്ള മോളിക്യൂളായിരിക്കണം. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് 1 ആണ്. അതുകൊണ്ട് ആൻസർ 1. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് N15 to confirm semi-conservative replication of DNA were carried out by Michelson and Stoll, Hershey and Chase, Watson and Crick, Taylor. 1 ആണ് കറക്റ്റ് ആൻസർ. മിസെൽസൺ ആൻഡ് സ്റ്റോൾ ഈ 2 സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്.